ഡൽഹി മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യം നേടിയതിനു ശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ പരിപാടികൾ ഇങ്ങനെയാണ്. രാവിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ, കൊണാട്ട് പ്ലേസിലെ പ്രശസ്തമായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തും. അതിനുശേഷം 1 മണിക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം AAPയുടെ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. വൈകുന്നേരം അദ്ദേഹം റോഡ് ഷോകളിൽ കിഴക്കൻ ഡൽഹിയിലും ദക്ഷിണ ഡൽഹിയിലുമൊക്കെ അദ്ദേഹം റോഡ് ഷോ നടത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വീണ്ടും 50 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം പൊതുരംഗത്തേക്ക് എത്തുകയാണ്. അരവിന്ദ് കെജ്രിവാൾ കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇന്നലെ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ആം ആദ്മിയുടെ വലിയ പട തന്നെ, അണികളുടെ വലിയ കൂട്ടം അവിടെ എത്തിയിരുന്നു. വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി വീര നേതാവിന്, ധീര നേതാവിന് സ്വാഗതം അരുളിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങളോടുകൂടിയാണ് ആം ആദ്മി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലും ഹനുമാൻ സ്വാമിക്ക് നന്ദി അറിയിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലാണ്, അനുഗ്രഹം കൊണ്ടാണ് തനിക്കിപ്പോൾ പുറത്തു വരാൻ കഴിഞ്ഞിരിക്കുന്നത് അടക്കമാണ് അദ്ദേഹം പറഞ്ഞത്. രാവിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടിയായി അദ്ദേഹം നിശ്ചയിക്കുകയും ചെയ്തത്. വലിയ റോഡ് ഷോയാണ് അദ്ദേഹം കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഇതിനുശേഷം 1 മണിക്ക് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നടത്തുന്ന വാർത്താ സമ്മേളനമാണ്. രാഷ്ട്രീയ ആകാംക്ഷ, അതിൽ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് വലിയ ആകാംക്ഷയുണ്ട്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട യാതൊരു പ്രസ്താവനയും നടത്തരുത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജാമ്യ ഉപാധിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കഴിയില്ല. എന്നിരുന്നാലും ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ, പഞ്ചാബിൽ, ഡൽഹിയിൽ ഒക്കെ ആം ആദ്മി പാർട്ടിയെ നയിക്കുന്ന നേതാവ് 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തു വന്നതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി. വലിയ പ്രഹരശേഷിയോടുകൂടി അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയ വേദിയിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. 1 മണിക്കോടുകൂടി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഡൽഹി ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടുകൂടി ഇന്ത്യ മുന്നണിക്ക് വലിയ തോതിൽ പ്രചാരണ രംഗത്തൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്ന, വലിയ ആധിപത്യം നൽകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് തുടക്കമിടാൻ കഴിയുമെന്നാണ് പ്രതിപക്ഷം വിചാരിക്കുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വലിയ ആവേശത്തോടു കൂടിയാണോ അരവിന്ദ് കെജ്രിവാളിനൊപ്പം പ്രേക്ഷകരെ, അദ്ദേഹത്തിന്റെ പ്രവർത്തകരൊക്കെ എത്തുന്നത്? എന്താണ് ഡൽഹിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അത് വലിയ രീതിയിൽ തിരക്കുള്ളൊരു ക്ഷേത്രമാണ് കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രം. ഇവിടെ ഒത്തുകൂടി ദർശനത്തിന് വന്ന ഒരു സുരക്ഷാ കവചം ഈ ക്ഷേത്രത്തിന് പരിസരത്ത് ഒരുക്കിയിരുന്നു. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഈ പരിസരത്തേക്ക് അടുപ്പിച്ചെങ്കിൽ അവർക്കൊരു നിരോധനം ഇന്ന് രാവിലെ മുതൽ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിരുന്ന ചില പ്രവർത്തകരുണ്ടായിരുന്നു ദർശനത്തിന് വേണ്ടി. അതല്ലാതെ ഈ ഡൽഹിയുടെ നാനാഭാഗത്തു നിന്നും വന്ന ദർശനത്തിൽ എത്തിയവർ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെയും ഒപ്പം തന്നെ ഈ രണ്ടുപേർക്കും ഒപ്പം ഉണ്ടായിരുന്ന പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിയും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യം 11:30 തന്നെ ഇവർ കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് എത്തി. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. അവിടെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇവർ നേരെ പാർട്ടി ആസ്ഥാനത്തേക്ക്, ഈ റോസ് അവന്യൂ പ്രദേശത്തുള്ള പാർട്ടിയുടെ ആസ്ഥാനത്തേക്കായിരിക്കും പോവുക. അവിടെ വെച്ച് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്ന ആ 1 മണിയുടെ വാർത്താ സമ്മേളനം അത് തുടങ്ങുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ സുരക്ഷയുള്ള, അല്ലെങ്കിൽ Z+ കാറ്റഗറി സുരക്ഷ ഉള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് ഈ ക്ഷേത്ര പരിസരത്ത് ഇതിനോടൊപ്പം തന്നെ ഡൽഹി പോലീസിന് പുറമെ CRPFന്റെയും അതുപോലെ ദ്രുതകർമ്മസേനയുടെയും ആളുകൾ, സുരക്ഷാ ജീവനക്കാർ എല്ലാം തന്നെ ഇന്ന് രാവിലെ മുതലേ നിലയുറപ്പിച്ചിരുന്നു. മാത്രമല്ല വലിയ രീതിയിലുള്ള സുരക്ഷ ഈ പ്രദേശത്ത് മുഴുവനായി തന്നെ ഒരുക്കിയിരുന്നു. അതിനുശേഷം ആദ്യം ആം ആദ്മിയുടെ മറ്റു മന്ത്രിമാരായിട്ടുള്ള അതിഷി, സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായ് തുടങ്ങിയവർ, പിന്നെ നേരത്തെ ഈ മദ്യനയ അഴിമതി കേസിൽ ജയിൽ മോചിതനായിരുന്ന സഞ്ജയ് സിംഗ് MP തുടങ്ങിയവർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തി. അവർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തി. അതിനുശേഷമായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിയും അതുപോലെ തന്നെ സുനിത കെജ്രിവാളിനും ഒപ്പം അരവിന്ദ് കെജ്രിവാൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. എന്തായാലും ദർശനം നടത്തിയ ശേഷം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിൽ നിന്നും ദർശനം പൂർത്തിയാക്കി അദ്ദേഹം പുറത്തേക്ക് പോകും. പിന്നീട് നേരെ ഈ നേതാക്കൾ എല്ലാവരും തന്നെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തേക്കായിരിക്കും പോകുക. അവിടെ വെച്ച്
ആം ആദ്മി പാർട്ടി കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചു ചേർത്ത പത്രസമ്മേളനം നടക്കുന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പാർട്ടി ആസ്ഥാനത്ത് തയ്യാറാക്കിയിരുന്നു. വലിയ രീതിയിലുള്ള സുരക്ഷ പാർട്ടി ആസ്ഥാനത്തും ഒരുക്കിയിരിക്കുന്നത്. അവിടെയും CRPF-ന്റെയും ദ്രുതകർമ്മ സേനയുടെയും വലിയൊരു വിന്യാസം തന്നെയാണ് ആ പാർട്ടി ആസ്ഥാനത്തിൽ തിരുമ്പിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ നിമിഷം തൊട്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പൂർണ്ണമായിട്ടും ഇറങ്ങുന്നു. ഇന്ന് വൈകിട്ട് തന്നെ സൗത്ത് ഡൽഹിയിലും ഈസ്റ്റ് ഡൽഹിയിലും രണ്ടിടത്ത് റോഡ് ഷോകളുണ്ട് ആം ആദ്മി പാർട്ടിയുടെ. ആ റോഡ് ഷോകളിലും അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പാടില്ല എന്ന് പറയുമ്പോഴും രാഷ്ട്രീയം പറയാനായിട്ട് അരവിന്ദ് കെജ്രിവാളിന് യാതൊരു ദിവസവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും BJPക്കെതിരെയുള്ള ആക്രമണം, വാക്കാലുള്ള ആക്രമണം ഉണ്ടാവുക എന്നുള്ള കാര്യം എല്ലാവരും നോക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയാൻ പോകുന്ന ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലെയും പ്രചാരണ തന്ത്രങ്ങൾ എന്തായിരിക്കും, അതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി എല്ലാവരും നോക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ ഇതാ ഈ നിമിഷം തൊട്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണ രംഗത്തേക്ക് വീണ്ടും സജീവമായി ഇറങ്ങിയിരിക്കുന്നു. ഓക്കെ, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി കൊനാട്ട് പ്ലേസിലെ പ്രശസ്തമായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ പാർട്ടി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തും. വൈകിട്ട് തെക്കൻ ഡൽഹിയിലും അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകിയത്.